ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. അതായത് ഞാൻ കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, കുക്കിംഗ്, ഓർഗനൈസിങ്, അതുപോലെ തന്നെ ഈവനിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഞാൻ ഒരു 5 മിനിറ്റാണ് എനിക്ക് ഡ്രൈവ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ, കോളേജിൽ നിന്ന് വീട്ടിലെത്താനായിട്ട്. കാരണം വളരെ അടുത്താണ് എൻ്റെ കോളേജ്. അപ്പോൾ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് വാക്ക് പതിവാണ്. മിക്കവാറും എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ടായിരിക്കും ഈവനിങ് വാക്ക്. അപ്പോൾ അവിടെ പോയി ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവളുമായിട്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, കുറച്ച് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി തിരിച്ച് നമുക്ക് റൊട്ടീനിലേക്ക് കടന്നാലോ. ഈവനിങ് റൊട്ടീനിൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ, കോളേജിൽ പോകുന്നതിന് മുന്നേ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്ന് അതെല്ലാം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി. പിന്നീട് വൈകുന്നേരം ടീ ടൈമിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഇന്ന് കടല വെള്ളത്തിട്ടിട്ടാണ് പോയത്. അപ്പോൾ നമുക്കൊരു ചിക്ക് പീസ് കൊണ്ട് ഒരു സാലഡും ഉണ്ടാക്കാം. പിന്നെ ഞാൻ കുറച്ച് യോഗേർട്ടിൽ നമ്മുടെ ബ്ലൂബെറിയൊക്കെ ചേർത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വൈകുന്നേരം പുട്ടും ദാൽ കറിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ദാൽ കറി ഉണ്ടാക്കി വയ്ക്കാം, പുട്ട് നമുക്ക് കഴിക്കുന്ന സമയത്തിന് ചൂടോടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ യോഗേർട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ യോഗേർട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സാലഡിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും അതുപോലെ സവോളയും തക്കാളിയും വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക്, ഇതെൻ്റെ ഒരു പുതിയൊരു വെജിറ്റബിൾ കട്ടറാണ്, വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കട്ടറാണ് കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടുമല്ലോ. കാരണം എനിക്ക് വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഞാൻ മീഷോയിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. പക്ഷേ ഞാൻ വിചാരിച്ചപ്പോൾ ഇതിൻ്റെ പ്രൈസും കുറവാണ്, പക്ഷേ വിചാരിച്ചതിനേക്കാളും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ കയ്യിൽ വേറൊരു വെജിറ്റബിൾ കട്ടറും ഉണ്ട്, പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പം നമ്മൾ സാലഡിന് വേണ്ട കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്ക് പീസ് വെറുതെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം മുളക് പൊടി അതുപോലെ ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീടൊക്കെ വൃത്തിയാക്കണം. നമുക്ക് മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വിളക്ക് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ വീട് വൃത്തിയാക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട് വൃത്തിയാക്കാനായിട്ട് ഞാൻ തുടങ്ങും. രാവിലെ ഇപ്പോൾ ഈ കിച്ചൺ മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളൂ, വീടിനകമൊന്നും ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ വൈകുന്നേരമാണ് ആസ് യൂഷ്വൽ ചെയ്യുന്നത്, മുറ്റം തൂക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും മുറ്റം തൂക്കാറില്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് തൂക്കുന്നത്. അതുമാത്രമല്ല മൊത്തം ക്ലീൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നത് സാറ്റർഡേയ്സിലാണ്, സൺഡേയ്സിലല്ല സാറ്റർഡേയ്സിലാണ് ഞാൻ ചെയ്യാറ്. അത് കഴിഞ്ഞ് ഞാൻ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ചു. അതിനുശേഷം ഈ പടിപ്പുര എപ്പോഴും നമ്മൾ സ്റ്റെപ്പിൽ ചവിട്ടി കയറുന്നതുകൊണ്ട് അഴുക്കാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല അതങ്ങനെ അഴുക്കായി കിടക്കുമ്പോൾ അതിനൊരു ഭംഗിക്കുറവ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ സ്റ്റെപ്പും കാര്യങ്ങളുമൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കാറുണ്ട്. അത് എപ്പോഴും വിളക്കൊക്കെ വെക്കുന്നതിന് മുന്നേ ആയിരിക്കും ആ ജോലി ഞാൻ തീർത്ത് വയ്ക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഈ ഒരു ജോലി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വീടൊക്കെ ഏകദേശം വൃത്തിയായി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് എല്ലാ ദിവസമൊന്നും ഇങ്ങനെ നാമം പറയാറില്ല, എന്നാലും ഓൾമോസ്റ്റ് ഡേയ്സിലും എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് എനിക്ക് ഒരു സാറ്റിസ്ഫൈ കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വിളക്ക് വെച്ചിട്ട് പറയുന്നത് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കൂടെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡിന്നർ ടൈമായി. ഒരു 7:30 നമ്മൾ ഡിന്നർ കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ട് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഡിന്നർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കിച്ചൺ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാണ് പിന്നെ ലാസ്റ്റ്, കിച്ചണിലെ ഏറ്റവും ലാസ്റ്റത്തെ ജോലി എന്ന് പറയുന്നത് കിച്ചൺ ക്ലീനിങ് ആണ്. അപ്പോൾ അധികം പാത്രമൊന്നും എനിക്ക് ക്ലീൻ ചെയ്യാൻ ഉണ്ടാവില്ല. ഓൾറെഡി ഞാനൊരു നമ്മുടെ വാഷ് ബേസിനടുത്ത് തന്നെ ഒരു കുട്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പാത്രം കഴുകിയിടുന്ന ഒരു ബാസ്ക്കറ്റ്. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം ഞാൻ അപ്പം തന്നെ ആ ബാസ്ക്കറ്റിലോട്ട് കഴുകിയിടാറുണ്ട്. അത് കാരണം എനിക്ക് അങ്ങനെ പാത്രങ്ങൾ കൂടി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറില്ല. ഞാൻ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് പാത്രങ്ങൾ വൃത്തിയാക്കി ഇടാറാണ് പതിവ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ച പാത്രങ്ങൾ മാത്രമേ എനിക്ക് കഴുകാനുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ പരിപാടി മുഴുവൻ, ഇന്നത്തെ പരിപാടി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കിച്ചണിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഡിന്നറോടുകൂടെ ക്ലീനിങ്ങോടുകൂടെ നമ്മുടെ കിച്ചൺ അങ്ങ് ക്ലോസ് ചെയ്യുവാണ്.
അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് കിച്ചണിലെ എല്ലാ പണികളും ഒരു 8-ന് മുമ്പ് തന്നെ എല്ലാ പണികളും കഴിയുകയാണ്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു ടൈം ഫിക്സ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ഒരു പ്രധാന പണി, എല്ലാ ദിവസവും രാവിലെ ഞാൻ ജീര വാട്ടറാണ് കുടിക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ജീരകം ഇട്ട് തലേ ദിവസം തന്നെ ജീരകം ഇട്ട് ഇങ്ങനെ അടച്ചു വെക്കാറുണ്ട്. പിറ്റേ ദിവസം രാവിലെ അത് ആണ് ഞാൻ ചൂടാക്കി കുടിക്കുന്നത്. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാനൊരു അരമണിക്കൂർ ഇങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നടക്കാറുണ്ട്. അത് എല്ലാ ദിവസവും ഒരു നൈറ്റ് വാക്ക് പോലെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നടക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതിന് ശേഷം ഞാൻ ഒരു 8:30-9 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ നാളെ കോളേജിലേക്ക് വേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കാനോ പഠിക്കാനോ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് ഒരു ഡെയിലി ആക്ടിവിറ്റി ബുക്കുണ്ട്. അതായത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ പിറ്റേ ദിവസം ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒരു ബുക്കിൽ എഴുതി വയ്ക്കാറുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ആ ബുക്കിൽ നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അന്ന് ചെയ്തത്, എന്തൊക്കെ ചെയ്യാതെ വിട്ടു, മടി കാരണം ചെയ്യാത്ത കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ ഞാൻ തന്നെ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. അപ്പോൾ ഒരു 10 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 7 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡും, അതുപോലെ തന്നെ 5-ൽ താഴെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡുമാണ്. അപ്പം മാക്സിമം ഞാൻ എന്നെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് എഴുതുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു പ്രോപ്പർ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സ് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് നാളായിട്ടിത് ഫോളോ ചെയ്യുന്നതാണ്. കുറച്ച് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ റിസർച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തു തുടങ്ങിയ ഒരു കാര്യമാണ്. കാരണം പിറ്റേ റിസർച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പിറ്റേ ദിവസം ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ബുക്കിൽ എഴുതി വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അത് ആ ഒരു ടൈം മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അതിപ്പം എനിക്ക് അറിയില്ല, അതൊരു ഹാബിറ്റായി മാറിയിരിക്കണം. അങ്ങനെ ആ ഡെയിലി ആക്ടിവിറ്റി ബുക്ക് നോക്കുമ്പം വേറെ ഒന്നുമില്ല, നമ്മളിപ്പം നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ചിലപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഡെയിലി ക്ലീൻ ചെയ്യാത്തത് വൺസ് ഇൻ എ വൈലൊക്കെ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ വരെ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജേർണൽസൊക്കെ എഴുതണമെങ്കിൽ, അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. അപ്പം അത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് ഫീൽ ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ ഒരു അധികം സമയം എടുത്ത് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഇതിനോടൊപ്പം നമ്മുടെ അറിവും വർദ്ധിപ്പിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യാറുമുണ്ട് ഈ സമയത്ത്. പിന്നെ ഞാൻ സാറ്റർഡേ സൺഡേസിൽ എൻ്റെ ഡ്രസ്സസ് ഒന്നും ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാറ്റർഡേയിലുള്ള എല്ലാ ജോലിയും തീർന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് അയൺ ചെയ്ത് അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ദിവസം വളരെ സാറ്റിസ്ഫൈഡായിട്ട് അവസാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.